അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വസ്വാലിഹി ഉമ്മത്തിഹി വഖിയാരി ഉമ്മത്തിഹി വജമീഇൽ മുഅ്മിനീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയയിൽ നിന്ന് പലപ്പോഴും എത്തിച്ച ഒരു സന്ദേശമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതുതന്നെയാണ് സിറാത്തും മുസ്തഖീം, അതുതന്നെയാണ് മാ അന അലൈഹി വ അസ്ഹാബി, സവാദുൽ ആലം, സബീലുൽ മുഅ്മിനീൻ, വഹിയൽ ജമാഅ എന്നൊക്കെ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലെല്ലാം വിശേഷിപ്പിച്ച വസ്തുത. ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കളിലേക്ക് ചേർത്തിട്ട് ചിലപ്പോൾ അഷ്അരിയത്ത്, ചിലപ്പോൾ മാതുരീദിയത്ത് എന്നെല്ലാം പേര് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മാ അന അലൈഹി വ അസ്ഹാബി എന്നും സിറാത്തുൽ മുസ്തഖീം, സബീലുൽ മുഅ്മിനീൻ, സവാദുൽ ആലം എന്നൊക്കെ പേരുള്ള ഹക്കായ പ്രസ്ഥാനം തന്നെയാണ്. അതുപോലെ അടുത്ത കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരായി, സുന്നത്ത് ജമാഅത്തിന് എതിര് എന്ന് മാത്രമല്ല, അഖായിദ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ലറൂറിയാത്തുദ്ദീൻ, അതിനെ ഒന്ന് നിഷേധിച്ചാൽ ഇസ്ലാമിലെന്ന് പുറത്തു പോകും എന്ന് ഇവിടെ മഹത്തുക്കളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. രണ്ടാമത്തെ വിഷയം ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അതിൽ നിന്ന് ഒന്ന് നിഷേധിച്ചാൽ അവൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകും, ബിദ്അത്തുകാരനാണ് എന്നും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നു. എന്നാൽ ലറൂറിയാത്തുദ്ദീന്, അതുപോലെ ലറൂറിയാത്തു അഖായിദി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തുടങ്ങിയ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായ വീക്ഷണങ്ങളും പിയച്ച വിശ്വാസങ്ങളും സ്വീകരിച്ചവരാണ് ദ്യൗബന്ദി വഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്ലുൽ ബാത്തിലായ ദ്യൗബന്ദി പ്രസ്ഥാനം, അതായത് ബിദ്അത്തുകാർ. നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ദ്യൗബന്ദിയത്ത് വഹാബിയത്ത് എന്ന് പറഞ്ഞാൽ ദ്യൗബന്ദികളുടെയും അവരുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് അവരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ വിശ്വാസം എന്ത്? തഖ്വിയത്തുൽ ഈമാൻ, സിറാത്തുൽ മുസ്തഖീം, തഹ്ദീറുന്നാസ്, ഹിഫ്ളുൽ ഈമാൻ, അതായത് ഹിഫ്സുൽ ഈമാൻ, അതുപോലെ ബറാഹിനെ ഖാത്തിയ, ഫതാവ റഷീദിയ തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്ന് ദ്യൗബന്ദിയത്തിൻ്റെയും വഹാബിയത്തിൻ്റെ വിശ്വാസം, പിയച്ച വിശ്വാസം എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച മിനൻ നബിയ്യീന വ സുദ്ദീഖീന വ ശുഹദാഇ വ സ്വാലിഹീൻ എന്ന് പറയുന്ന ആ സിറാത്തുൽ മുസ്തഖീം, സബീലുൽ മുഅ്മിനീൻ, അതിന് വിപരീതമുള്ള, അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള പ്രസ്ഥാനമാണ് ഈ ദ്യൗബന്ദിയത്ത് എന്നും അവിടെ വിശ്വാസങ്ങളെന്നും നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു കാലത്ത് സുന്നികൾ, അതുപോലെ അതിൻ്റെ വിപരീതമുള്ള ദ്യൗബന്ദികൾ എന്നാണ് സാധാരണ പറയാറുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത കാലഘട്ടത്തിൽ ദ്യൗബന്ദികൾ അവരുടെ മത്സരബുദ്ധി കൊണ്ടും അവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടിട്ടും ഉണ്ടായ ഒരു സംഗതിയാണ് ദ്യൗബന്ദികൾ, അതുപോലെ യഥാർത്ഥ ഹക്കിൻ്റെ അഹലുകാരായ സുന്നികൾ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ദ്യൗബന്ദികൾ എന്ന് പറയുന്ന സ്ഥലത്ത് ബരേൽവികൾ ദ്യൗബന്ദികൾ എന്ന് പറയാൻ തുടങ്ങിയത്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക് ബരേൽവികൾ എന്ന പേരും പറഞ്ഞ് സാധാരണ ആളുകളുടെ മനസ്സിൽ വെച്ച് ഈ ബരേൽവികൾ എന്ന പുതിയ ഒരു പ്രസ്ഥാനമാണ് എന്ന് വരുത്തിത്തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത് ദ്യൗബന്ദി പ്രസ്ഥാനമെന്ന് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നികൾ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ദ്യൗബന്ദികൾ എന്നതിൻ്റെ സ്ഥാനത്ത് ബരേൽവികൾ, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റിൽ ദ്യൗബന്ദികൾ എന്ന് പറയാൻ തുടങ്ങി. സത്യത്തിൽ ബരേൽവിയത്ത് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇമാം മുഹമ്മദ് റളിയല്ലാഹു ഖാൻ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാലഘട്ടത്തിലെ മുജദ്ദിദ്, 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്, 1000 ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാമനുഷി, 562 സബ്ജക്റ്റുകൾ വിശദീകരിച്ച് പറഞ്ഞാൽ ആ സബ്ജക്റ്റുകളിലെല്ലാം ഗ്രന്ഥരചനകൾ നടത്തിയ ഒരു മഹാമനുഷിയാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ അൽ ഖാദിരി അൽ ബരേൽവി റഹ്മത്തുള്ളാഹി അലൈഹി.
എല്ലാ സിൽസിലകളിലും ഇജാസത്ത് ഖിലാഫത്തുണ്ടെങ്കിലും സാധാരണയിൽ ഖാദിരിയ ത്വരീഖത്തിനെ കൂടുതൽ പ്രചരിപ്പിച്ച ഒരു മഹാമനുഷ്യയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ തലാമീദ് ഖുലഫായ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മകനും ശിഷ്യനും ഖലീഫയായ മുഫ്തി ആലം മുസ്തഫ റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഖലീഫയും ശിഷ്യനാണല്ലോ സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ പണ്ഡിതന്മാർ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനും സ്വാഹിബുൽ ഇയാനത്തിൻ്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട അഷൈഖ് ഹുസൈൻ ബിൻ അലി മാലിക്കി അലി ബിൻ ഹുസൈൻ അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ശിഷ്യനാണല്ലോ അബുൽ ഫൈൽ യാസീൻ ഫാദാനി ഇന്തോനേഷ്യ മഹാനവറുകൾ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാന ശിഷ്യന്മാരാണല്ലോ സദറുശരിയ അല്ലാമ അംജദ് അലിയുൽ ആലമി. അതുപോലെ മലബാറിലെ നായിബ് ഇമാം അഹ്മദ് റള മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാദ് ശിഹാബുദ്ദീൻ അഹ്മദ് ഗോയ ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മഹത്തുക്കളൊക്കെ ബറേൽവിയത്തിൻ്റെ വിശ്വാസം, അതായത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം, അതിനാണ് ദേവബന്ദികൾ ബറേൽവിയത്ത് എന്ന് പറയാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ബറേൽവി ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലയ്ക്ക് ചേർത്തിക്കൊണ്ടാണ് ബറേൽവി ആ മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലയാകട്ടെ മുൻഗാമികളും പിൻഗാമികളും ഹക്കിൻ്റെ അഹിലുകാരെല്ലാം പഠിപ്പിച്ച വിശ്വാസം തന്നെയാണ് മഹാനവറുകളും ആ മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളായ ആയിരക്കണക്കിലുള്ള ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് മഹാനവറുകൾ എഴുതിയ അൽ-ലത്വാഇൻ നബവിയ്യ ഫിൽ ഫതാവർ റൾവിയുടെ ഒരുപാട് റിസാലകൾ, അവിടുത്തെ റസായിൽ റൾവിയുടെ ഒരുപാട് റിസാലകൾ, അതെല്ലാം പഠിപ്പിക്കുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസങ്ങൾ തന്നെയാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമല്ല ദേവബന്ദികളുടെ വിശ്വാസമെന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ലറൂറിയാത്തുദ്ദീനെ നിഷേധിച്ചുകൊണ്ട് ഒരുപാട് ഖുറാഫാത്ത് ഇവിടെ പ്രചരിപ്പിക്കുകയും എഴുതുകയും ചെയ്ത അഹ്ലുൽ ബാത്തിലാണ് ദേവബന്ദി പ്രസ്ഥാനം. അതുപോലെ ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന് വിപരീതം ഒരുപാട് എഴുതിയവരാണ് ദേവബന്ദി പ്രസ്ഥാനം. അത് അവർ എഴുതിയ പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഏറ്റവും കൂടുതൽ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും അതുപോലെ മഹാനവറുകളുടെ ശിഷ്യന്മാരുമാണ് ഏറ്റവും കൂടുതൽ അതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നതുകൊണ്ട് അതിനെ ഒരു പുതിയ പ്രസ്ഥാനമായി ചിത്രീകരിക്കാൻ വേണ്ടി ബറേൽവികൾ എന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി. ഇന്ന് പലരും ബറേൽവി സുന്നി, ദേവബന്ദി സുന്നി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. എങ്ങനെയാണ് രാവും പകലും ഒന്നാകുക, രാവും പകലും ഒരുമിച്ച് കൂടുക? നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹക്കും ബാത്തിൽ എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? സുന്നി മുസ്ലിം, സുന്നി അമുസ്ലിം എന്നൊക്കെ പറഞ്ഞ മതി, അല്ലെങ്കിൽ മുസ്ലിം സുന്നി, മുസ്ലിം അസുന്നി എന്നൊക്കെ പറഞ്ഞത് മതി. എല്ലാം ഒരുപോലെ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കള്ളൻ ഞാൻ കക്കുന്നവനാണെന്ന് പറയാറില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ദേവബന്ദി സ്ഥാപനങ്ങളിലേക്ക് പഠിച്ചതിൻ്റെ പേരിൽ അന്ന് അവർ സബുക്കുകളിലോ കിതാബുകളിൽ അവർ അയിമത്തെഴുതിയ കിതാബുകൾ പഠിപ്പിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ലറുറിയാത്തുദ്ദീനും ലറുറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തല്ലാത്ത മഅമൂലാത്തു അഹ്ലി സുന്ന, മറാസിമു അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്തിൻ്റെ പുണ്യ ആചാരം, അതിന് എതിരൊന്നും അവർ ചെയ്തിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് അവർ സുന്നികളാണെന്ന് അവരെ മനസ്സിലാക്കുന്നത് വലിയ അബദ്ധമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ പുണ്യ ആചാരങ്ങളല്ല, അതിനേക്കാളും കഠോരമായ ലറൂറിയാത്തുദ്ദീൻ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതിൻ്റെ ശേഷം ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം. അതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യമുള്ളവരാണ് ദേവബന്ദികൾ. മൂന്നാമത്തെ വിഷയത്തിൽ മാത്രമേ ഇന്ന് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വിഷയത്തിലും അവർക്ക് രണ്ട് റൂട്ടാണ്. അവരുടെ അഖാബിരീങ്ങൾ, അവരുടെ നേതാക്കൾ മരണപ്പെട്ടാൽ സിയാറത്തും അവരെ തവസ്സുലാക്കുക, അവരെ ഉറൂസ് നടത്തുക എന്ന വിഷയത്തിൽ അത് പുണ്യകർമ്മമാണെന്ന് കാണുന്നവർ തന്നെ അമ്പിയാക്കളെ സംബന്ധിച്ച്, ഔലിയാക്കളെ സംബന്ധിച്ച്, യഥാർത്ഥ അമ്പിയാക്കൾ ഔലിയാക്കളെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ
അതൊക്കെ ശിർക്കും ബിദ്അത്ത് എന്നും പ്രചരിപ്പിച്ചവരാണ് ദേവബന്ദികൾ. ഏതായാലും ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരുപാട് വിഷയത്തിൽ ഓപ്പോസിറ്റ് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ദേവബന്ദികൾ. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെഴുതിയ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ല രംഗത്ത് വരുന്നതിൻ്റെ മുമ്പ് തഖ്ദീസുൽ വക്കീൽ, അതുപോലെ അൽ അൻവാറു സാത്തിയ, അൽ ബുറൂഖുൽ ലാമിയ എന്ന തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും. അതുപോലെ ഇന്ത്യൻ വഹാബി ദേവബന്ദികളുടെയും ഇന്ത്യൻ വഹാബി ഗൈർ മുഖല്ലിദുകളുടെയും ഒന്നാമത്തെ നേതാവായ മൗലവി ഇസ്മായിൽ ദഹലവി, ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ദ ഫുഷറുൽ അസീറിൽ ശരിക്കും പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്മായിൽ ദഹലവി എഴുതിയ തഖ്വിയത്തുൽ ഈമാൻ, യഥാർത്ഥത്തിൽ തഫ്വിയത്തുൽ ഈമാൻ, ആ തഫ്വിയത്തുൽ ഈമാൻ ശക്തമായി എതിർത്തുകൊണ്ട് എത്രയെത്ര പണ്ഡിതന്മാരാണ് അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ പള്ളി ദർസുകളിലും സ്ഥാപനങ്ങളിലൊക്കെ മന്തിഖിൻ്റെയും മഅഖൂലാത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹിമഹുള്ളയുടെയും അവിടുത്തെ അസാതിദത്തിൻ്റെയും ശിഷ്യന്മാരുടെയും നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ദർസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇസ്മായിൽ ദഹലവി എഴുതിയ തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകത്തിന് തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലിത് തഖ്വ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, അതുപോലെ ഇംതിനാഉൻ നളീർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥം മനസ്സിലാക്കണം. സുന്നി ദേവബന്ദികൾ, സുന്നി ബറേലവികൾ എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. ഒരിക്കലും രാപ്പകൽ ഒരുമിച്ച് കൂടുകയില്ല, ഹക്കും ബാത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. സുന്നിയും അസുന്നിയും ഒന്നല്ല. സുന്നി ബറേലവികൾ അസുന്നി ദേവബന്ദികളെ സംബന്ധിച്ച്, സുന്നി മുഅ്മിനീങ്ങളായ ബറേലവികൾ, അതുപോലെ അസുന്നിയായ മുനാഫിക്കുകളായ വഹാബികളായിരിക്കുന്ന ദേവബന്ദികൾ, ഇത് രണ്ടും ഒന്നല്ല എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും മക്ക മദീനയുടെ ഉലമാ, അതുപോലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ലോകത്തുള്ള പല പണ്ഡിതന്മാരും എഴുതിയ മഹത്തായ ഗ്രന്ഥങ്ങളും അതിൻ്റെ തഖ്രീറാത്തും തസ്ദീഖാത്തും എല്ലാം ഹുസാമുൽ ഹറമൈൻ, സവാരിമുൽ ഹിന്ദിയ, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതിയ സൈഫുൽ അസ്ഹർ, റദ്ദുൽ അസ്ഹർ അലാ തഖ്വിയത്തുൽ ഈമാൻ, അതുപോലെ അസാസു ദേവബന്ദീന ഇലൽ കുഫർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം മർക്കസു അക്കാബിരി അഹ്ലി സുന്ന ദാറുൽ ഇഫ്താൽ അസ്ഹരിയിൽ നിന്ന് പലപ്പോഴും നസ്ർ ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്നികളും അതുപോലെ ദേവബന്ദികളും ഒന്നല്ല. സുന്നികൾ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് അശ്അരിയത്ത്, അതന്നെയാണ് മാതുരീദിയത്ത്. ആ സന്ദേശമാണ് ഇവിടെ അയിമത്ത് മുഴുവനും പഠിപ്പിച്ചത്, മഖ്ദൂമീങ്ങളായ പൊന്നാനി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അത് തന്നെയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുൻഗാമികളും പിൻഗാമികളായ ഹക്കിൻ്റെ അഹ്ലുകാരെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മുൻഗാമികളും പിൻഗാമികളും പഠിപ്പിച്ചതിന് വിപരീതമായി പല ഖുറാഫാത്ത്, ഒരുപാട് പിയച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചവരാണ് ദേവബന്ദി വഹാബികൾ. ഇന്ന് പ്രത്യേകിച്ചും നാം മനസ്സിലാക്കണം, ദാറുലും ദേവബന്ദിൻ്റെ ബാനിയാണെന്ന് പലപ്പോഴും പ്രചരിപ്പിച്ചു ഖാസിം നാനോത്വിയെ സംബന്ധിച്ച്. ഖാസിം നാനോത്വി തഹ്ദീറുന്നാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കുഫ്രിയത്ത് പ്രചരിപ്പിച്ച, അതുപോലെ ലറുറിയാത്തുദ്ദീനെ നിഷേധിച്ച വ്യക്തിയാണ് ഖാസിം നാനോത്വി. യഥാർത്ഥത്തിൽ ഹാജി ആബിദ് ഹുസൈൻ ഖാദിരി എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ദാറുൽ ദേവബന്ദിൻ്റെ ബാനി. അതിൻ്റെ ശേഷം മുദർറിസായി വന്ന ആളാണ് ഖാസിം നാനോത്വി. ആ ഖാസിം നാനോത്വിനെ തന്നെ പലരും ബാനിയായി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ കൈ ദേവബന്ദി വഹാബികൾ ഏറ്റവും കൂടുതൽ ഖാസിം നാനോത്വി ദേവബന്ദികളുടെ ബാനിയാണെന്ന്, ദേവബന്ദി സ്ഥാപനത്തിൻ്റെ ബാനിയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ഡിഗ്രി ഖാസിമി എന്ന് യഥാർത്ഥത്തിൽ അഷൈഖ് ആബിദ് ഹുസൈൻ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി ആബിദി എന്ന ഡിഗ്രിയാണ് മഹാനവറിലേക്ക് ചേർത്തിട്ട് നമ്മുടെ മലബാറിലെ പണ്ഡിതന്മാരായ അകാബിരിങ്ങൾ ഒരു കാലത്ത് പല നിലക്കും സ്ഥാപനത്തിൽ പോയി പഠിച്ചെങ്കിലും ഇവിടെ അവർ അശ്അരി ഇമാമിനെ ത്വരീഖത്ത് സ്വീകരിച്ചുകൊണ്ട് അബുൽ ജുബായിൻ്റെ അടുത്ത് പഠിച്ചെങ്കിലും അശ്അരി ഇമാം റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ചതുപോലെ ഇവിടെ അവർ ചെയ്തത് സുന്നത്ത് ജമാഅത്താണ്. എന്നാൽ അവരൊക്കെ ആബിദികളാണ്, ഖാസിമികളല്ല. അതേ സ്ഥാനത്ത് നാം മനസ്സിലാക്കണം, പലരും ദേവബന്ദി ഖുറാഫാത്ത് മനസ്സിലാക്കാത്തതുകൊണ്ട്
സുഹബത്തുൽ അസ്റാരി തൂജിബു സുഅല്ലി ബിൽ അഖ്യാർ. ഈ ബിദ്അത്തുകാരോട് സഹവസിച്ചതിൻ്റെ പേരിൽ ഹക്കിൻ്റെ അഹ്ലുകാരെ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വഭാവം സാധാരണയിൽ ഉണ്ടാകും. ദേവബന്ദി വഹാബികളോട് സഹവസിച്ചതിൻ്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരോട്, പ്രത്യേകിച്ചും ബറേൽവി സുന്നികളോട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല നിലക്കുള്ള വാക്കുകൾ പറയുന്നു. കലിമത്തു ഹക്കിൻ ഉരീദ ബിഹാ ബവാത്തിൽ എന്ന നിലക്കും, അതുപോലെ ലിസാനും ഖൽബും വൈരുദ്ധ്യമുള്ള വാക്കുകളും ഇങ്ങനെ പലപ്പോഴും പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് നാം സൂക്ഷിക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇമാം അഹ്മദ് റളാ, അതുപോലെ അവിടുത്തെ തലാമീദ് ഖുലഫാ, പ്രത്യേകിച്ചും മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് ഗോശാലിയാത്തി റഹ്മത്തുള്ളാഹി പോലത്തെ മഹത്തുക്കളും പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിദ്അത്തിനെ തൊട്ട് കുഫ്രിയത്തിനെ തൊട്ട് കുഫ്രിയത്തിൻ്റെ എല്ലാ ഇനങ്ങളെ തൊട്ട് നമ്മുടെ മഹത്തുക്കൾ പഠിപ്പിച്ച അൽ ഇലാം ബി ഖവാതിഇൽ ഇസ്ലാം, അൽ ജാമിലി അൽഫാദിൽ കുഫർ, അതിലൊക്കെ പഠിപ്പിക്കപ്പെട്ട എന്തെല്ലാം കുഫറിൻ്റെ ഇനങ്ങളുണ്ട്, എല്ലാത്തിനെ തൊട്ട് നമ്മയും സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.